നമസ്കാരം, ഷെബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ് ആലു റൊട്ടി. ആലു റൊട്ടി എന്ന് പറയുമ്പോൾ ആലു പറാത്ത പോലെ അത്ര ഒരു കോംപ്ലക്സ് അല്ല. നമ്മളങ്ങനെ സ്റ്റഫിംഗ് ഒന്നും വെച്ചിട്ട് ഉണ്ടാക്കുന്ന പറാത്ത അല്ല ഇത്. ഇത് ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ചപ്പാത്തി പോലെ ഉണ്ടാക്കുന്ന റൊട്ടിയാണ്. ഇത് എന്തെങ്കിലും കറിയുടെ കൂടെയോ അല്ലെങ്കിൽ സാധാ പിക്കിളും കേടും വെച്ച് നമ്മൾ ആലു പറാത്ത കഴിക്കുന്നത് പോലെയോ കഴിക്കാം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആലു റൊട്ടി റെഡിയാക്കുന്നത്. ഇത്രയാണ് ആലു റൊട്ടി ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ്. ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. പിന്നെ ഗോതമ്പ് പൊടി വേണം. കുറച്ച് മൈദയും ഞാൻ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. ഇത് ഉണ്ടാക്കുമ്പോൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ആലു റൊട്ടി റെഡിയാക്കുന്നതെന്ന്. ഇപ്പൊ ഞാൻ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആക്കി ഇട്ടിട്ട് വേവിക്കാൻ പോവാണ്. നിങ്ങൾ എങ്ങനെയാണോ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ വേവിച്ചെടുക്കാം. മീഡിയം സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇനി ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തതിന് ശേഷം തിരിച്ചു വരാം. ഇപ്പൊ ഞാൻ പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലോട്ട് ഇടുകയാണ്, വെള്ളം കളഞ്ഞിട്ട്. ഇനി ഇതൊന്ന് മാഷ് ചെയ്തെടുക്കുക. നിങ്ങളൊരു ഫോർക്ക് ഉപയോഗിച്ചോ, ചൂടാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ മാഷർ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഈ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ആട്ടമാവ് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഇടുകയാണ്. ഇത് 2 ടേബിൾ സ്പൂൺ മൈദയാണ്. ഇത് നിർബന്ധമില്ല. മൈദ ഇടുമ്പോൾ കുറച്ചുകൂടി ഒരു സോഫ്റ്റ് ആവും, അതുകൊണ്ടാണ് മൈദ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും കൂടെ അരച്ചത് ഒരു 1/2 ടീസ്പൂൺ. ഒരു 1/8 ടീസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി. അധികമൊന്നും ഇടരുത്, വല്ലാതെ മഞ്ഞ കളറായി പോവും. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇത് നന്നായി കൈകൊണ്ട് ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആദ്യം. ഇനി ഇതിലേക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ കുറെ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കാരണം നമ്മൾ പൊട്ടറ്റോ ചേർത്തിരിക്കുന്നതാണ്. അതിനകത്ത് തന്നെ നല്ല വെള്ളത്തിന്റെ നനവുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കരുത് ആദ്യം തന്നെ. ഇപ്പം ഈ മാവ് നന്നായിട്ട് കുഴഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഞാനിതിലേക്ക് ആകെ 1-2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കുഴയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വല്ലാതെ വെള്ളം ഒഴിച്ച് പോകരുത്. ഇനി ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് റൊട്ടി ഉണ്ടാക്കാം. അപ്പോൾ തിരിച്ചു വരാം. ഇപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ചപ്പാത്തി പരത്തുന്ന പലകയോ എന്താ നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതെടുക്കുക. കുറച്ച് പൊടി പലകയിലിടുക, കാരണം ഇത് ചപ്പാത്തി പോലെയല്ല, കുറച്ചുകൂടെ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്. ഞാൻ ഇത്രയും ചെറിയ ഉരുളകളായിട്ടാണ് എടുക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക ആദ്യം തന്നെ കയ്യിൽ വെച്ചിട്ട്. പിന്നെ അതിനുശേഷം പലകയിൽ പൊടി ഇട്ടെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഇത് വളരെ തിന്നാക്കിയിട്ട് പരത്താൻ പറ്റില്ല, കാരണം അത് പിന്നെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും വളരെ തിന്നായിട്ട് പരത്തിയാലേ. ഇപ്പൊ ഇതാ ഒരെണ്ണം പരത്തിയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ഇതുപോലെ അടുത്ത ഒരു ഉരുള എടുത്തിട്ട് ഇങ്ങനെ പരത്തുക. ആദ്യം പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടി ഇതിലേക്ക് ആക്കുക, അല്ലെങ്കിൽ ഇത് പലകയിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ പരത്തുമ്പോൾ. ഇത് മൊത്തത്തിൽ ഒരു ഈവനായിട്ട് പരത്താൻ ശ്രമിക്കുക, അത്രേ വേണ്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ ഉള്ള പൊടി ഒന്ന് തട്ടിക്കളയാം. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ റൊട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാം പരത്തിയതിനു ശേഷം തിരിച്ചു വരാം. നിങ്ങൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന പാൻ എടുക്കുക. എന്നിട്ട് നേരത്തെ പരത്തി വെച്ച റൊട്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക.
ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ മറിച്ചിടുക. മറിച്ചിടുമ്പോൾ ഒന്ന് തീ കൂട്ടി വെക്കാം. എന്നിട്ട് ഒരല്പം എണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഈ റൊട്ടി ആയിട്ടുണ്ട്. ഞാനിത് എടുക്കാൻ പോവാണ്. ഇതുപോലെ അടുത്തതും പാനിലോട്ട് ഇടുക. അപ്പോൾ ആലു റൊട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റൊട്ടിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൊട്ടിയാണ്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാലും താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇതുവരെ ഷെബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്ത റെസിപ്പി കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.